ഇന്ന് നീ മരിച്ചാൽ നിന്റെ ആത്മാവ് എങ്ങോട്ട് പോകും? ഈ അവതരണത്തിന്റെ കഥയും കഥാപാത്രങ്ങളും സാങ്കല്പികം മാത്രമാണ്. ക്രൈസ്തവ സഭയുടെ ഇന്നത്തെ അവസ്ഥയെ ഖേദപൂർവ്വം നിങ്ങളുടെ മുന്നിൽ പ്രദർശിപ്പിക്കുന്നു. നിങ്ങൾക്കായി ഇതാ കൊച്ചുകൂട്ടുകാർ അവതരിപ്പിക്കുന്നു നരകവാസം. നിങ്ങളുടെ ശ്രദ്ധയെ ഈ കൊച്ചു കുടുംബത്തിലേക്ക് സാദരം ക്ഷണിക്കുന്നു. ഇതെല്ലാം ചെയ്യാൻ ഞാനൊരുത്തി വീട്ടിലുണ്ടല്ലോ. ഞാനിത് മടക്കി വെച്ചിട്ട് നിങ്ങളോട് ക്വസ്റ്റ്യൻ ചോദിക്കും. പറഞ്ഞില്ലെങ്കിൽ എന്റെ സ്വഭാവം മനസ്സിലാക്കുന്നേ. എടി എടി എന്തെടുക്കുവാടി? എടി സേ ആൻഡ് റൈറ്റ്. വാട്ട് ആർ വൈൽഡ് ആനിമൽസ്? മമ്മി പപ്പയാണ് വൈൽഡ് ആനിമൽ. എന്തുവാടി? മമ്മി പപ്പയല്ലേ ഫുഡ് കിട്ടാത്തപ്പോൾ അറ്റാക്കാണ്. പിള്ളേരെ പറഞ്ഞിട്ട് എന്താ കാര്യം? അതിയാന്റെ പെരുമാറ്റം അങ്ങനെയല്ലേ? കാണുന്നില്ലല്ലോ. ദേ വരുന്നു. ഈ വീടിന്റെ വാതിൽ എവിടെയാണാവോ? ഇത് എങ്ങനെ എന്റെ കാലൊന്നിരുന്നു എന്റെ കർത്താവ്. എന്നോടാ കളി. എടി ആലീസേ നീ പ്രാർത്ഥിച്ചോടി. സന്ധ്യ ആകുമ്പോ പാട്ടോടെ പ്രാർത്ഥിച്ചോണം. നമ്മൾ സത്യക്രിസ്ത്യാനികൾ അങ്ങനെ. ഞാനൊന്നും പറയുന്നില്ല. മൂക്കുമുട്ട കുടിച്ചു വന്നിട്ട് നിങ്ങളുടെ ഈ സ്വഭാവം എന്ന് മാറും? രക്ഷിക്കപ്പെട്ട് സ്നാനപ്പെട്ടതിന് ശേഷവും നിങ്ങൾ നീ കൂടുതലൊന്നും പറയണ്ട. എനിക്ക് എൻ്റെ കൂട്ടുകാരാണ് എല്ലാത്തിനും ഉള്ളത്. അവർ നിർബന്ധിച്ചപ്പോൾ അങ്ങനെ ആയിപ്പോയതാണ്. അയ്യോ, ആരത്? എൻ്റെ മക്കളാണോ? മക്കളെ, ഞാൻ നിങ്ങളെ പഠിപ്പിക്കാം. 1+1 എത്ര? ബിഗ് 1. പപ്പ ഇന്നാളും ഇങ്ങനെയാണല്ലോ പഠിപ്പിച്ചത്. നീ പപ്പയുടെ മോളടി, ചക്ര ഉമ്മ. നീ ഇതിനോട് ഒന്നും ഉണ്ടാക്കിയില്ല. നീ എന്റെ മക്കൾക്ക് ഒന്നും കൊടുത്തില്ലടി. കൊടുക്കാൻ പാടില്ലായിരുന്നോ? എന്തോടി നീ നിന്റെ കുടുംബം ഇങ്ങനെ തന്നെ അടി. നിന്നെ ഞാൻ നിന്റെ വീട്ടുകാർ എനിക്ക് തരാനുള്ള ഇതുവരെ തന്നു തീർത്തിട്ടുണ്ടോ? നിങ്ങൾക്ക് എന്നാ മനുഷ്യനെ? നീ എന്നോട് കേൾക്കണോടി? നിന്നെ ഞാൻ നിന്നെ ഞാൻ അയ്യോ, ഇയാൾ എന്നെ തല്ലിക്കൊല്ലുന്നേ. അയ്യോ, പാസ്റ്റാണല്ലോ. ഞാനിനി എന്ത് ചെയ്യും? മക്കളെ, അതെല്ലാം എടുത്ത് അകത്തുകൊണ്ട് വെക്ക്. അയ്യോ, ഈ മനുഷ്യനെ ഞാൻ എന്ത് ചെയ്യും? അയ്യോ മക്കളെ, ഒരു ബ്ലാങ്കറ്റിങ് എടുത്തേ. ഇവിടെ ആരും ഇല്ലെന്ന് തോന്നുന്നല്ലോ. ഒന്നുകൂടെ ബെല്ലടിക്കാം. അയ്യോ, പാസ്റ്റർ ആയിരുന്നോ? പ്രൈസ് ദി ലോർഡ്. ആട്ടെ, നമ്മുടെ ബ്രദർ എന്തിയേ? ഒന്നും പറയണ്ട പാസ്റ്ററെ, ഓവർ ടൈം ആണ്. സഹോദരൻ വരുമ്പോ മീറ്റിംഗ് ഉണ്ടെന്നത് പറയണം. തന്നെയല്ല, കുറച്ച് കാര്യങ്ങൾ ഡിസ്കസ് ചെയ്യാനും ഉണ്ടായിരുന്നു. അയ്യോ പാസ്റ്ററെ, ഇപ്പൊ ഒന്നും പറയാൻ പറ്റാത്ത അവസ്ഥയാ. ഓവറാ. ഓവറാണെന്നു? ഞാൻ ഉദ്ദേശിച്ചത് ഓവർ ടൈം ആണെന്നാ പാസ്റ്ററെ. ഇതെന്നെ സഹോദരി, ബ്ലാങ്കറ്റ് എഴുതാൻ വെച്ചതാണോ? അതെ പാസ്റ്റർ ആന്റി, ലോണ്ടറി കൊടുക്കണം. ഓക്കെ, ഞങ്ങൾ ഇറങ്ങട്ടെ. സഹോദരൻ വരുമ്പം വരാം. ഒരു വാക്ക് പ്രാർത്ഥിക്കാം. അയ്യോ, ആരാധനയ്ക്ക് പോകാൻ സമയമായല്ലോ. എടി ആലീസേ ഒന്ന് വന്നേടി. എന്തുവായി മനുഷ്യന്? ഇന്നലത്തെ ബാക്കി തരാനാണാവോ? എടിയേ, നിനക്ക് ഞാൻ എന്തോ മേടിച്ചു തരാമെന്ന് പറഞ്ഞില്ലായിരുന്നോടി? നമുക്ക് ചർച്ച് കഴിഞ്ഞ് ലുലു സെന്റർ വരെ പോകാം. അത് നിങ്ങൾ അടിച്ചു കഴിയുമ്പോൾ സാധാരണ പറയാറുള്ളതല്ലേ? മക്കളെ, നിങ്ങൾക്ക് എന്നാ ഇന്ന് വേണ്ടേ? KFC ആണോ?
എന്നാലേ ഞാൻ മമ്മി അടിച്ച കാര്യം ആരോടും പറയല്ലേ. ഞാൻ മമ്മി അടിച്ചിട്ടേയില്ല. ആരാധന അനുഗ്രഹിച്ച ദൈവം തുടർന്നുള്ള ശുശ്രൂഷയും അനുഗ്രഹിക്കട്ടെ. ആരാധനയ്ക്ക് സമയത്തിന് വരുന്നത് ദൈവസന്നിധിയിൽ ഉചിതമായിരിക്കും. തുടർന്ന് സാക്ഷ്യത്തിനുള്ള സമയമാണ്. അതിനു മുമ്പായി നമ്മുടെ ഇടയിൽ മാതൃകാപരമായ വിശ്വാസ ജീവിതം നയിക്കുകയും ക്യാമ്പ് പ്രവർത്തനങ്ങളിലൂടെ അനേകരെ രക്ഷയിലേക്ക് കൊണ്ടുവന്ന തോമസ് എഴുന്നേറ്റ് നിൽക്കാമോ? ഒരു വാക്കിൽ ദൈവത്തെ മഹത്വപ്പെടുത്താം. പ്രൈസ് ദ ലോർഡ്. ഞാൻ ഒന്നിലും പ്രശംസിക്കുന്നില്ല, എല്ലാം ദൈവകൃപ മാത്രം. തുടർന്ന് സാക്ഷ്യങ്ങളെ പ്രസ്താവിക്കാം. ഇന്ന് സ്പെഷ്യൽ മീറ്റിംഗ് ഉള്ളതിനാൽ സാക്ഷ്യം ചുരുക്കമായിരിക്കും. God added one more year in my life. Please pray for me. Thank you. എന്താതിശയമേ ദൈവത്തിൻ സ്നേഹം എത്ര മനോഹരമേ. ദൈവനാമത്തിന് മഹത്വം ഉണ്ടാകട്ടെ. എനിക്ക് ഈ 3 മാസക്കാലം ഈ കുവൈറ്റിൻ്റെ ദേശത്ത് എൻ്റെ മൂത്ത മകൻ്റെ കൂടെ ആയിരിക്കാനിടയായി. ഞാൻ ഈ സമയം ഓർക്കുകയായിരുന്നു. കുമ്പനാടിൻ്റെ പ്രദേശത്ത് നിന്ന് കോരിച്ചൊരിയുന്ന മഴയത്ത് അവൻ എൻ്റെ കൈകളിലെടുത്ത് മലബാറിലേക്ക് കുടിയേറിപ്പോയത്. സമയമില്ലാത്തതിനാൽ ഞാൻ കൂടുതൽ വിശദീകരിക്കുന്നില്ല. ഇന്ന് അവനെ മാനിച്ച വിധങ്ങളെ ഓർക്കുമ്പോൾ ദൈവമക്കളെ, നിങ്ങളുടെ മാതാപിതാക്കളെ നിങ്ങൾ മറക്കരുത്. സമയമില്ലാത്തതിനാൽ ഞാൻ ഇരിക്കുന്നു. ഹല്ലേലൂയ. സാക്ഷ്യത്തെ അനുഗ്രഹിച്ച ദൈവം വചന ശുശ്രൂഷയും അനുഗ്രഹിക്കട്ടെ. ഇന്നത്തെ വചനചിന്തയ്ക്ക് ആധാരമായ ഒരു വാക്യം വായിക്കാം. വെളിപ്പാട് പുസ്തകം 20-ാം അധ്യായം അതിൻ്റെ 15-ാം വാക്യം. റെവലേഷൻ ചാപ്റ്റർ 20 വേഴ്സ് 15. ജീവപുസ്തകത്തിൽ പേരെഴുതി കാണാത്ത ഏവരെയും തീപ്പൊയ്കയിൽ തള്ളിയിടും. നിന്റെ കൈ നിന്നെ കിടച്ചു വരുത്തിയാൽ അതിനെ വെട്ടിക്കളക. നിന്റെ കാൽ നിന്നെ കിടച്ചു വരുത്തിയാൽ അതിനെ വെട്ടിക്കളക. 2 കാലുള്ളവനായി നരകത്തിൽ വീഴുന്നതിനേക്കാൾ മുടന്തനായ ജീവനിൽ കടക്കുന്നതേറെ നല്ലത്. മാതാപിതാക്കളെ, നിങ്ങളുടെ കുഞ്ഞുങ്ങൾ അച്ചടക്കത്തിൽ വളർത്തണം. എല്ലാവർക്കും കണ്ണുകളടയ്ക്കാൻ പ്രാർത്ഥിക്കാം. അവർ കൊച്ചുങ്ങളല്ലേ. സൺഡേ സ്കൂൾ ബുക്കിൻ്റെ പേപ്പർ റോക്കറ്റ് ഉണ്ടാക്കിയിട്ട് വലിയ തെറ്റായിട്ടൊന്നും ഞാൻ കാണുന്നില്ല. അടുത്ത കമ്മിറ്റി മീറ്റിംഗ് വരട്ടെ, പാസ്റ്റോട് ചോദിച്ചിട്ടുള്ളൂ ആ കാര്യം. മിണ്ടായി സഹോദരാ, ദൈവസേനയില്ലേ? ഇത് വളരെ കഷ്ടമായി പോയി. ഇന്നലെ ആരാധനക്കൂടെ വന്നല്ലേ, ശവശരീരം മോർച്ചറിൽ വെച്ചിരിക്കുക. എങ്ങനെയായിരുന്നു? എന്തോ സംഭവിച്ചേ? ഒന്നും പറയണ്ട. ആരാധന കഴിഞ്ഞ് കമ്പനിയിൽ ഏതോ മീറ്റിങ്ങിന് പോയതാ. തോമസും ജോണും മാത്രമല്ല, വേറൊരു സഹോദരൻ ഉണ്ടായിരുന്നു. 3 പേരും തൽക്ഷണം മരിച്ചു. ഇനി ഇവർക്ക് ആരുണ്ട്? അയ്യോ, എന്റെ അച്ചായൻ പോയി. അയ്യോ, എനിക്ക് ആരുണ്ട്? വീഡിയോ എടുക്കാം, നമുക്ക് പോയി അവിടെ നിൽക്കാം. അയ്യോ, എന്റെ അച്ചായൻ പോയി. അയ്യോ, എനിക്ക് ആരുണ്ട്? ഞാൻ മരിച്ചു. ഞാൻ ആരാന്നറിയാമോ? ഞാനാണ് ആ ജോണിന്റെ തോമസിന്റെ കൂടെ മരിച്ച 3ാമത്തെ വ്യക്തി. ഞാൻ വിചാരിച്ചതിന് മറിച്ചായിരുന്നു സംഭവിച്ചത്. ഞാൻ വിചാരിച്ചു ഞാൻ മരിച്ചു കഴിഞ്ഞാൽ ഒന്നും അറിയാത്തവനെ പോലെ ആയിരിക്കുമെന്ന്. പക്ഷെ ഈ ലോകത്തിലും എനിക്കെല്ലാം വ്യക്തമാണ്.
എന്റെ ഭൂമിയിലെ ജീവിതത്തെക്കാൾ വളരെ വ്യക്തമാണ് ഇവിടുത്തെ കാര്യങ്ങളും. എനിക്ക് ചിന്തിക്കാം, എനിക്ക് സംസാരിക്കാം. എന്തിന്? എന്നെ തൊട്ടാൽ എനിക്ക് തിരിച്ചറിയാം. ഞാൻ മരിച്ച ദിവസം എന്റെ ശരീരത്തിൽ നിന്ന് വിട്ടുപോകുന്നത് അത് ഞാൻ കണ്ടു. ഞാൻ ആദ്യം ഇരുട്ടും വെളിച്ചവും തിരിച്ചറിയുന്ന ഒരു വഴിയിൽ ചെന്നു. അവിടെ അവരെന്നോടൊന്നും ചോദിച്ചില്ല. അവർ എന്റെ എഡ്യൂക്കേഷൻ ചോദിച്ചില്ല, എന്റെ ജോലി ചോദിച്ചില്ല, എന്റെ പണം ചോദിച്ചില്ല, അവരൊന്നും ചോദിച്ചില്ല. അവരെന്നോട് ചോദിച്ചു, ജീവന്റെ പുസ്തകത്തിൽ നിന്റെ പേരെഴുതിയിട്ടുണ്ടോന്ന്. ആ പുസ്തകത്തിൽ എന്റെ പേര് ഞാൻ കണ്ടെത്തിയില്ല. അവരെന്നെ ആ വഴിയിലൂടെ വലിച്ചിഴച്ചു കൊണ്ടുപോയി അവന്റെ ശരീരമാകെ പീഡിപ്പിച്ചു. എന്നിട്ട് ഞാൻ കാത്തിരുന്നു, മാലാഖമാർ വന്ന് എന്നെ കൂട്ടിക്കൊണ്ടു പോകുന്നു. എനിക്ക് കേൾക്കാം ആ മാലാഖമാരുടെ പാട്ടുകൾ, എനിക്ക് കേൾക്കാം ആ മാലാഖമാരുടെ ചിറകടിക്കുമ്പോൾ ഉണ്ടാകുന്ന മധുര സ്വരം എനിക്ക് കേൾക്കാം. അവിടെ അതാ കേൾക്കുന്നു, അവിടെ കേൾക്കുന്നു നരകത്തിന്റെ കരച്ചിൽ, ഭീകരന്മാരുടെ ഓലിയിടിൽ. എനിക്ക് പേടിയാവുന്നു. ഞാൻ നശിച്ചു. ഇതിനൊരു അവസാനമില്ലേ? എന്നെ സഹായിക്കാൻ ആരുമില്ലേ? അവരെന്നോട് പറഞ്ഞു, ജീവന്റെ പുസ്തകത്തിൽ പേരെഴുതിയവർക്ക് മാത്രമേ സ്വർഗരാജ്യത്തിൽ പോകാൻ പറ്റത്തുള്ളൂ. എന്റെ ശിഷ്ടകാലം ഞാൻ നരകത്തിൽ കഴിച്ചുകൂടണമെന്ന് പറഞ്ഞു. അവരെന്നെ വലിച്ചിഴച്ചു കൊണ്ടുപോകുമ്പോൾ ഞാൻ നിങ്ങളെ ഓർത്തു. നീ എന്തിനെന്നോട് ഇത് ചെയ്ത്? നിന്റെ കുടുംബത്തെ പറ്റി മുഴുവൻ നീ എന്നോട് പറഞ്ഞില്ലേ? പല കാര്യങ്ങളും ഷെയർ ചെയ്തില്ലേ? പക്ഷെ ഒന്ന് മാത്രം നീ എന്നോട് പറഞ്ഞില്ല. ഈ യേശുവിനെ പറ്റി നീ എന്നോട് പറഞ്ഞില്ല. ഈ ജീവപുസ്തകത്തെ പേരെഴുതി കണ്ടില്ലെങ്കിൽ തീ പോയി തള്ളിയിടുമെന്ന് നീ എന്നോട് പറഞ്ഞില്ല. ഞാൻ നിന്റെ കൂടെ കാറി വന്നില്ലേ? ഞാൻ നിന്നോട് പാർക്കി വന്നില്ലേ? ഞാൻ നിന്നോട് ജോലിക്ക് വന്നില്ലേ? ഭക്ഷണം കഴിക്കാൻ ഒരുമിച്ച് പോയില്ലേ? നിന്റെ വീടിന്റെ അടുത്തല്ലായിരുന്നോ ഞാൻ താമസിച്ചോണ്ടിരുന്നത്? എന്റെ പല വിഷയങ്ങളും ഞാൻ നിന്നോട് പറഞ്ഞപ്പോ അതൊന്നും ശ്രദ്ധിക്കാൻ നീ ഒഴിഞ്ഞു മാറിയില്ലേ? എന്റെ വിഷയങ്ങൾ നീ ചിരിച്ച് പുച്ഛിച്ച് തള്ളിയില്ലേ? എന്തുകൊണ്ട് ഈ സമാധാനം തരുന്ന യേശുവിനെ പറ്റി മാത്രം നീ എന്തുകൊണ്ട് എന്നോട് പറഞ്ഞില്ല? എന്നെ കൊണ്ടുപോലെ നീ പറഞ്ഞില്ലേ നീ എന്റെ സുഹൃത്താണ്, മറ്റു സുഹൃത്തുക്കളെക്കാൾ നിനക്ക് എന്നോട് ഇഷ്ടമുണ്ടെന്ന് നീ പറഞ്ഞില്ലേ? ഒരിക്കൽ പോലും നീ എന്നോട് പറഞ്ഞില്ല എങ്ങനെ ഈ സ്വർഗരാജ്യം അവകാശമാക്കാമെന്ന് നീ എന്തുകൊണ്ട് എന്നോട് പറഞ്ഞില്ല? എങ്ങനെ ഈ നരകത്തിൽ നിന്ന് രക്ഷപ്പെടാമെന്ന് നീ എന്നോട് പറഞ്ഞില്ല? എന്തുകൊണ്ട് നീ എന്നോട് പറഞ്ഞില്ല? അയ്യോ, എനിക്ക് കേൾക്കാം, എന്റെ നെഞ്ചടിക്കുന്നു. അവരടുത്ത് വരുന്നു, അവരുടെ കാലത്ത് എനിക്ക് കേൾക്കാം. അവരടുത്ത് വരുന്നു, ആ നരകത്തിലെ കരച്ചിൽ എനിക്ക് കേൾക്കാം. എന്നെ ഇപ്പൊ അവരുടെ കടാട്ടം തീപ്പോയി തള്ളിയിടും. എനിക്ക് പേടിയൊന്നു. എന്നെ രക്ഷിക്കാൻ ആരുമില്ലേ? എന്നെ രക്ഷിക്കാൻ ഈ നരകത്തിൽ രക്ഷിക്കാൻ ആരുമില്ല. എവിടെ ഞാൻ പ്രാർത്ഥിച്ച വിശുദ്ധന്മാരൊക്കെ എവിടെ? ഞാൻ പ്രാർത്ഥിച്ച വിശുദ്ധന്മാരൊക്കെ എവിടെ? ആരുമില്ലേ എന്നെ രക്ഷിക്കാൻ? Hallelujah.
പ്രിയ പ്രേക്ഷകരെ, മാനവരാശിയെ സംബന്ധിച്ചിടത്തോളം സ്വർഗം ഒരു കെട്ടുകഥയല്ല. മരണത്തിന് ശേഷം ഈ യാഥാർത്ഥ്യത്തെ കൈവരിച്ച തോമസിലൂടെ നിങ്ങളുടെ പ്രത്യാശയെ ഞങ്ങൾ ഉറപ്പിക്കുന്നു. സ്വർഗത്തിലേക്ക് നിങ്ങളെ ഞങ്ങൾ ക്ഷണിക്കുന്നു. പുസ്തകങ്ങൾ തുറക്കട്ടെ. പുസ്തകങ്ങൾ എഴുതിയിരിക്കുന്നത് വായിക്കുവീൻ. ജീവന്റെ പുസ്തകത്തിൽ പേരെഴുതി കാണാത്ത ഏവനെയും തീപ്പൊയ്കയിൽ തള്ളിയിടും. അക്കരെ നാട്ടിലെ നിത്യഭവനമതെത്രയോ മോഹനമേ, അക്കരെ നാട്ടിലെ നിത്യഭവനമതെത്രയോ മോഹനമേ, നിത്യനാം ദൈവത്തോടൊത്തുള്ള വാസമതെത്രയോ ആനന്ദമേ. കണ്ണുനീരില്ലൊരു കഷ്ടവുമില്ലൊരു ദുഃഖവുമില്ലവിടെ, കണ്ണുനീരില്ലൊരു കഷ്ടവുമില്ലൊരു ദുഃഖവുമില്ലവിടെ, രോഗവുമില്ലൊരു വ്യാധിയുമില്ലൊരു ഭീതിയുമില്ലവിടെ, രോഗവുമില്ലൊരു